Hi friends, welcome back to our channel. 6ാം ക്ലാസ്സിന്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നാളെ കൂട്ടുകാർക്ക് മാത്സ് എക്സാം, ഗണിതം എക്സാം ആണ്. കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം 2023-24 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണിത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ പ്രവർത്തനം 1. ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ കോണളവ് 40 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന്റെ കോണളവ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ കോണളവ് എത്രയാണ്? അതായത് ഇതിന്റെ അളവ് എത്രയാണ്? അപ്പൊ ടോട്ടൽ ഒരു വൃത്തത്തിന്റെ ഫുൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ആണ്. അപ്പൊ ആ 360 നിന്ന് നമ്മൾ 40 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഭാഗത്തിന്റെ അളവ് കിട്ടും. 360 മൈനസ് 40 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 320 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ എത്രയാണ് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ കോണളവ്? 320 ഡിഗ്രി. ഷെയ്ഡ് ചെയ്തത് വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? നമ്മൾ പറഞ്ഞു ഒരു വൃത്തത്തിന്റെ ഫുൾ എന്ന് പറയുന്നത് എത്രയാണ്? ഫുൾ എന്ന് പറയുന്നത് 360 ആണ്. then 360ന്റെ 40 ഭാഗമാണ് അല്ലെ? 40. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. ഓരോ എന്ത് ചെയ്യണം? ഇത് വെട്ടി ചെറുതാക്കിയിട്ടും വേണമെങ്കിൽ എഴുതാം. ഇനി അടുത്ത ഷെയ്ഡ് ചെയ്യാത്തത് വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്? അപ്പൊ ഷെയ്ഡ് ചെയ്യാത്തത് ഇതാണല്ലേ ഷെയ്ഡ് ചെയ്യാത്തത്. അപ്പൊ അടിയിൽ 360 വരും. then ഷെയ്ഡ് ചെയ്യാത്തത് എത്രയാണ്? 320. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2 ആണ്. ചിത്രത്തിൽ ആംഗിൾ ബിയുടെ BOC എന്ന് പറയുന്നത് BOCയുടെ 2 മടങ്ങാണ് DOC. ഡിയുടെ ഓയുടെ DOC, അതായത് BOCയുടെ 2 മടങ്ങാണ് DOC. അങ്ങനെയാണെങ്കിൽ ആംഗിൾ DOC എത്രയാണ്? എത്രയായിരിക്കും ആംഗിൾ DOC? 2 മടങ്ങാന്ന് പറഞ്ഞു. 2 മടങ്ങാന്ന് പറഞ്ഞാൽ ഇവിടെ 36 ആണ്. അപ്പൊ 36 + 36 is equal to 72 ഡിഗ്രി ആയിരിക്കും. എത്ര? DOC എന്ന് പറയുന്നത് 72 ഡിഗ്രി ആയിരിക്കും. then B question, ആംഗിൾ AOEയുടെ അളവ് എത്ര? AOEയുടെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 180യിൽ നിന്ന് ഈ 72 കുറച്ചിട്ടുള്ള 72 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 108 ആയിരിക്കും AOE വരിക. എത്രയാണ്? 108. അങ്ങനെയാണെങ്കിൽ AOD, A ഇവിടെ ഉണ്ട്, O ഇവിടെ ഉണ്ട്, D ഇവിടെ ഉണ്ട്. ഇതെന്താ? ഒരു ലൈനിനെ വന്നിട്ട് ഒരു ലൈൻ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്തായിരിക്കും? 180 മൈനസ് 108. അതായത് 180ൽ നിന്ന് 108 കുറച്ച നമുക്ക് AODയുടെ അളവ് കിട്ടും. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 ആണ്. ചിത്രത്തിലെ ഏതെങ്കിലും 2 രേഖീയ ജോഡികളുടെ പേര് എഴുതുക. അപ്പൊ ഒരുപാട് എണ്ണുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന്റെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 3 നോക്കാം. പ്രവർത്തനം 3 എന്താ? 2021-22 വർഷത്തിൽ മഞ്ചാടിക്കുന്ന് UP സ്കൂളിലെ കുട്ടികളുടെ ആകെ എണ്ണം 900 ആയിരുന്നു. അപ്പൊ 2021-22 വർഷത്തിലെ മഞ്ചാടിക്കുന്ന് UP സ്കൂളിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 900 ആയിരുന്നു. ഇതിൽ 60% പെൺകുട്ടികളും ബാക്കിയുള്ളവർ ആൺകുട്ടികളുമായിരുന്നു. അപ്പൊ ഇതിൽ 60% പെൺകുട്ടികളായിരുന്നു, ബാക്കിയുള്ളവര് ആൺകുട്ടികളും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടിയുടെ ആകെയുള്ള എത്ര ശതമാനമാണ്? നമ്മൾ പറഞ്ഞു 60% പെൺകുട്ടികള്. അപ്പൊ ആൺകുട്ടികൾ എത്രയായിരിക്കും? ടോട്ടൽ മൊത്തത്തിലുള്ള ശതമാനം എന്ന് പറയുന്നത് 100 ആണ്. ഇതിൽ നിന്ന് നമ്മൾ 60 കുറച്ചാൽ ബാക്കി എത്രയാണ്? 40% ആയിരിക്കും. എത്ര? ആൺകുട്ടികൾ. ഇനി പെൺകുട്ടികളുടെ എണ്ണം എത്ര? പെൺകുട്ടികളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ എത്രയാ? ടോട്ടൽ കുട്ടികൾ മൊത്തം ആകെയുള്ള കുട്ടികൾ 900 ആണ്. 900 ഇൻറ്റു പെൺകുട്ടികൾ 60% 60/100. ഓക്കെ, അപ്പൊ സീറോസ് ഒക്കെ 0 ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഉത്തരം കിട്ടും 540 എന്ന്. ഇനി അതിലെ C question, 2022-23 വർഷത്തിൽ കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ 20% വർദ്ധിച്ചു. 2022-23 വർഷത്തെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര?
അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോഴുള്ള കുട്ടികളുടെ എണ്ണം 900 ആണ്. അതിന്റെ കൂടെ 20% വർദ്ധിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100ന്റെ കൂടെ 20% വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ 100ന്റെ കൂടെ 20 കൂട്ടിയിട്ട് 120 ആക്കി. 120/100/100. പൂജ്യമൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യുക. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇങ്ങനെ ഇത്ര എഴുതിയാലും മതി. ഇത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ എഴുതിയാലും മതി. ഇവിടെ വെച്ച് നിർത്തിയാലും ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അതിലെ ഡി ക്വസ്റ്റ്യൻ. 2023-24 വർഷത്തേക്കാൾ 10% കുട്ടികൾ കുറഞ്ഞു. 10% കുട്ടികൾ കുറയാണ് ചെയ്തത്. ഇപ്പോഴുള്ള കുട്ടികളുടെ മുൻ വർഷത്തിനേക്കാൾ എത്ര ശതമാനമാണ്? അപ്പൊ ടോട്ടൽ ആകെയുള്ള ശതമാനം 100 ആണ്. അതിൽ നിന്ന് 10 കുറഞ്ഞു. അപ്പൊ എത്രയായിരിക്കും? 90% ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പ്രവർത്തനം 4. പട്ടികയിൽ ഭിന്നസംഖ്യകളെ 10, 100, 1000 എന്നിങ്ങനെയുള്ള സംഖ്യകളെ ഛേദമായി ഭിന്നസംഖ്യയായി എഴുതി ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതുക. അപ്പൊ ഭിന്നസംഖ്യ തന്നിട്ടുണ്ട്. ആ ഭിന്നസംഖ്യയെ നമ്മൾ തുല്യ ഭിന്നാക്കിയിട്ടും എഴുതണം. അതുപോലെ തന്നെ ദശാംശ സംഖ്യയായിട്ടും എഴുതണം. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തെ 1/2 തന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യാ? 1/2 ഈ 10ക്കോ 100ക്കോ 1000ക്കോ ആക്കി മാറ്റുക. അപ്പൊ 1/2 എപ്പോഴും ചെയ്ത് കാണിക്കാം. 2 ചെയ്യുള്ളൂ. ബാക്കിയുള്ളത് കൂട്ടുകാർ ചെയ്ത് നോക്കും. ഒരെണ്ണം പറഞ്ഞാൽ മതി. 1/2 നമ്മൾ എന്ത് ചെയ്യണം? 10ൽക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 5 ചെയ്താൽ 10 കിട്ടും. അപ്പൊ ഇതേ 5 വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മേലെയും ചെയ്യുക. അതായത് 5/10. അതാണ് നമുക്ക് തുല്യ ഭിന്നായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ദശാംശ രൂപത്തിലേക്ക് എഴുതുമ്പോൾ നമ്മൾ 5 ആദ്യം മേലെ ഉള്ളത് നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു. നമ്മൾ എത്ര പൂജ്യം ഉണ്ട്? 1 പൂജ്യം. അപ്പൊ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് അപ്പുറത്ത് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു, 0 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ദശാംശ സംഖ്യ എഴുതുക. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് എത്രയാണ്? 1/4 ആണ്. 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 25/100 എന്ന് എഴുതാം. ദശാംശ രൂപത്തിലേക്ക് എഴുതുമ്പോൾ 0.25. ഇനി 0.25. ഇനി 3/8 നമുക്ക് 375/1000 എന്ന് എഴുതാം. പിന്നെ അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 0.375. ഇനി 7/25 നമുക്ക് എന്ത് എഴുതാം? 28/100 എന്ന് എഴുതാം. ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 0.28. ഇനി 1/20 നമുക്ക് എങ്ങനെ എഴുതാം? 5/20 into 5 ആണ് എത്ര? 100, അതായത് 100. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ദശാംശ രൂപത്തിലേക്ക് എഴുതുമ്പോൾ നമുക്ക് 0.05 എന്ന് എഴുതാം. ഇനി 3/5 എഴുതുമ്പോൾ 6/10, 0.6. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എഴുതാം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. അതായത് പ്രവർത്തനം 5. താഴെ തന്നിരിക്കുന്നവയിൽ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായ സംഖ്യ ഏത്? ഏതാണ് ആ സംഖ്യ? 18, 8, 16, 13. ഏതാണ്? 16 ആണ്. ഇനി എന്താ? 12ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? എത്ര ഘടകങ്ങളുണ്ട് 12-ന്? 6 എണ്ണം. ഓക്കെ, 20നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുക. അപ്പൊ 20നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 4, 4 into 5 20. ഇനി 60നെ നമ്മൾ അഭാഗ്യ സംഖ്യ ഘടകങ്ങളായി പിരിച്ചെഴുതി എല്ലാ ഘടകങ്ങളും കണ്ടെത്തുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഘടകങ്ങൾ നമുക്ക് 60ന്റെ ഘടകങ്ങൾ നമുക്ക് 2 into 2 into 3 into 5 എന്ന് എഴുതാം. ഇനി എന്താ? ഘടകങ്ങൾ ഏതൊക്കെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2, 3, 4, 5, 6, 10, 12, 15, 20, 30, 60. ഇതൊക്കെ എന്താണ്? 60ന്റെ ഘടകങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.